ഒരുപാട് സിനിമകളിലും കഥകളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ തറവാടായിരുന്നു, വലിയ സന്തോഷത്തോടെ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചു. പിന്നെ വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയപ്പോൾ അച്ഛനും അമ്മയൊക്കെ മരിച്ചതിന് ശേഷം അവരുടെ സ്വത്തിന് വേണ്ടി ഈ മക്കളെല്ലാം അടിപിടി കൂടി അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി, ബഹളമായി, കേസായി. ചിലർ അങ്ങോട്ടും കത്തിക്കുത്തും കേസൊക്കെ ആയിട്ട് ജയിലിൽ പോയി എന്നൊക്കെ വലിയ ഫേമസ് ഫാമിലികളിൽ പോലും നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ സംഭവിക്കുന്നത് വെച്ചാൽ സ്വത്തിനോടുള്ള, പൈസയോടുള്ള ആർത്തി കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ സഹോദര സ്നേഹവും രക്തബന്ധവും ഒക്കെ മറന്നിട്ട് എല്ലാവരും ഈ ഒരു സ്വത്തിന് വേണ്ടി, കുറച്ച് പൈസക്ക് വേണ്ടി, കുറച്ച് സ്ഥലത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്ന, എനിക്കത്ര കിട്ടിയില്ല, മറ്റേയാൾക്ക് ഇത്ര കൂടുതലായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന ഒരിത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ അങ്ങനെ പല പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ സിനിമയിലും ഇതിൽ മാത്രമല്ല റിയൽ ലൈഫിലും ഒരുപാട് സ്ഥലങ്ങളിൽ അത്രയും കാലം വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചിട്ടുള്ള ഫാമിലിയിൽ ഈ ഒരു സ്വത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പൈസയുടെ പ്രശ്നം വരുമ്പോൾ ആ സ്നേഹമൊക്കെ അങ്ങോട്ട് മാഞ്ഞുപോയി. എല്ലാവരും എനിക്ക് കൂടുതൽ എന്നുള്ള വിചാരത്തിൽ വഴക്കുണ്ടാക്കുകയും അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സ്നേഹവും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ പല പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് ഇന്നത്തെ ന്യൂജൻ ഫാമിലിയിലത്തെ പാരൻസ് ആ വഴക്ക് ഇല്ലാതാക്കാൻ വേണ്ടി ഇങ്ങനെ പല പല സ്ഥലങ്ങളിലും കണ്ടതിൻ്റെ ഇതിൽ അങ്ങനെ ഒരു വഴക്കോ ബഹളങ്ങളോ നമ്മളുടെ മക്കൾ തമ്മിൽ ഉണ്ടാവരുത് എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ മക്കൾക്ക് നമുക്കുള്ള സ്വത്തുകൾ, വസ്തുവകകളാവാം, വീടാവാം, കാറോ മറ്റു സാധനങ്ങളാവാം, സ്വർണ്ണോ സാധനങ്ങളാവാം, ബാങ്ക് ബാലൻസ് ആവാം, എന്ത് സാധനമാണെങ്കിലും നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്ത് മക്കളുടെ ഓരോരുത്തരുടെയും പേരിലാക്കി വെച്ച് കഴിഞ്ഞാൽ മക്കൾ തമ്മിലുള്ള ഈ വഴക്കോ ബഹളവും സ്വത്തിന് വേണ്ടിയുള്ള അടിപിടികളോ ഒന്നും ഇല്ലാതെ അവർക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു വഴി നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ്. അത് പാരൻസ് ചെയ്യേണ്ട ഒരു നിർബന്ധ കാര്യമെന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം നമ്മൾ ഒന്നും എഴുതി വെക്കാതെ അല്ലെങ്കിൽ നമ്മളുടെ സ്വത്ത് അത് മക്കളെടുത്തോളും, അവർ ഈക്വലായിട്ട് ഭാഗിച്ചെടുത്തോളും എന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോഴൊന്നും മരിക്കില്ലല്ലോ, നമ്മൾ കുറേ കാലം കൂടി ജീവിച്ചിരിക്കും എന്നാണ് നമ്മൾ എല്ലാവരുടെയും വിചാരം. അങ്ങനെ നിന്നിട്ട് പെട്ടെന്നൊരു മുഹൂർത്തത്തിൽ നമ്മൾ മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്, രോഗാവസ്ഥയിലേക്കൊക്കെ നമ്മൾ പോകാമെന്ന് വെച്ചോ. അപ്പം ഈ അത്രയും കാലം സ്നേഹിച്ചിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമായിരുന്ന ആങ്ങളെ പെങ്ങന്മാരൊക്കെ തമ്മിൽ എനിക്ക് സ്വത്തൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞവരൊക്കെ പിന്നീട് അവരുടെയൊക്കെ സ്വഭാവം മാറി, എനിക്ക് വേണം, എനിക്ക് ഇത്രേ പറ്റില്ല, നിനക്ക് എത്ര വേണം, അങ്ങനെ ഒരു വഴക്കിൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സമ്മതിക്കാണ്ടിരിക്കേണ്ടത് ആ പാരൻസിൻ്റെ ഡ്യൂട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പാരൻസ് അതിന് വഴിവെക്കാതെ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മക്കൾക്ക് ഓരോരുത്തർക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്വത്ത് അവരുടെ പേരിലേക്ക് എഴുതി വെക്കുക. കൊടുക്കുന്നത് പിന്നീട് ആവാം, വേണമെങ്കിൽ നമ്മുടെ കാലശേഷം ആവാം, പക്ഷെ അത് പ്രോപ്പറായിട്ട് എഴുതി ഒരു വഴക്കില്ലാത്തൊരവസ്ഥയിൽ ആക്കി വെച്ചാൽ ആ മക്കൾ തമ്മിൽ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും വർഷങ്ങളോളം ജീവിച്ചോളും. അതിനൊരു കാരണമായിട്ട് നമ്മൾ ചെയ്തു വെക്കേണ്ട കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്.